ഹായ് കൂട്ടുകാരെ, ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു. രാവിലെ നേരത്തെ എഴുന്നേറ്റു, ഒരു 5:30 എഴുന്നേറ്റു. പക്ഷേ ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അമ്മ എന്നെക്കാൾ മുന്നേ എഴുന്നേറ്റിട്ടുണ്ട്. സത്യമായിരുന്നു, അമ്മ എന്നെക്കാൾ മുന്നേ എഴുന്നേറ്റു. അമ്മ എഴുന്നേറ്റ് തീ പിടിപ്പിക്കാൻ നോക്കുമായിരുന്നു. മോന് LKGയിലാണ്. അപ്പോൾ അവന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോറൊക്കെ അടുപ്പത്താണ് ഉണ്ടാക്കാറ്. പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ച് പൊടിയൊക്കെ ഇട്ട് വേഗം കടി ഉണ്ടാക്കാൻ കറി ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ പുട്ടും ചെറുപയറായിരുന്നു. അപ്പോൾ ചെറുപയർക്ക് 2 പച്ചമുളക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് അത് വേഗം ഗ്യാസ് വെച്ചിട്ട് വേവിച്ചു. പിന്നെ ഞാൻ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അമ്മ തീ പിടിപ്പിച്ചായിരുന്നു. പിന്നെ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടും പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. അങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ഈ പുട്ടിൻ പൊടി വെള്ളമെല്ലാം നന്നായിട്ട് കുടിക്കുക, അതായത് അബ്സോർബ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് പുട്ടായിട്ട് നമുക്ക് കിട്ടും. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആവും ചെയ്യുക. ഈ നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഞാൻ വേഗം ഇതൊക്കെ ചെയ്യുകയാണ്, പുട്ട് ഉണ്ടാക്കുകയാണ്. ഏട്ടന് ജോലിക്ക് പോകാനുണ്ട്. അപ്പം വേഗം ചായയും കടി ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഞാനും ഏട്ടനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക. ഇന്നലെ നമ്മുടെ ടാങ്ക് പൊട്ടിയായിരുന്നു. അപ്പോൾ അത് നന്നാക്കാൻ ആൾ വന്നതും അത് നന്നാക്കിയതും അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ച്. അപ്പം അമ്മ അതിൻ്റെ ഇടയിൽ ചോറ് ചോറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഊറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ച്. കുറേ ആകുമ്പോൾ മടിയാണ് കഴുകി വെക്കാൻ. അങ്ങനെ പാത്രം കഴുകി വെച്ച്. അപ്പോൾ നമ്മളുടെ പുട്ട് ലാസ്റ്റുള്ള പുട്ട് വെന്തായിരുന്നു. പിന്നെ അത് എടുത്ത് മാറ്റി വെച്ചിട്ട് കറിക്കുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അവന് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തും കൊടുക്കുക, നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചിക്കൻ കഴുകാത്തത് ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ എന്നെ കാണാത്തത്. ഞാൻ ചിക്കൻ കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറിലായതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അത് തണുപ്പൊക്കെ പോയി ചിക്കനൊക്കെ എടുത്ത് ഓരോന്നോരോന്നെടുത്ത് വൃത്തിയാക്കി കഴുകി വീണ്ടും കഴുകിയിട്ട് പിന്നെ ഞാൻ അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഇടുകയാണ്. ഇട്ടിട്ട് പിന്നെ കുറച്ച് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കട്ടെ വിചാരിച്ച് നന്നായി ഇളക്കി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ അടുപ്പത്ത് അങ്ങനെ വെച്ചു. അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വില്ലനെ പോയിട്ട് വിളിക്കാം. അവനിന്ന് സ്കൂളുണ്ട്. അവൻ രാവിലെ വിളിച്ചപ്പം സ്കൂളിൽ പോകണില്ല ചോദിച്ചപ്പോൾ ആദ്യം തലാക്കി, പിന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അവനെ എന്തൊക്കെയോ പറഞ്ഞ് എണീപ്പിച്ച് വേഗം കുളിപ്പിച്ചു. നിങ്ങൾ വിചാരിക്കും ഇത്ര പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞെന്ന്. കുറേ നേരം ടൈം എടുത്ത് തരാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും അവന് വേഗം യൂണിഫോമൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ അവൻ്റെ അനിയത്തിനോട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. രാവിലെ നീറ്റാൽ പിന്നെ അവനൊന്നും നേരം ഉണ്ടാവില്ല. നീക്കുക, കുളിക്കുക, സ്കൂളിൽ പോവുക, അത്രയേ ഉള്ളൂ നേരം. അപ്പം അവളോട് എന്തൊക്കെയോ പറയുക, ഉമ്മയും കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ പോയ വൈകുന്നേരമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് അവന് ഇങ്ങനെ അവളെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ അവന് കുറച്ച് കഞ്ഞി കൊടുക്കണം. അല്ലാതെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ ചായ കൊടുക്കാറില്ല. എന്താ വെച്ചാൽ ചായ കൊടുത്താലും പിന്നെയും കഞ്ഞി കൊടുത്താൽ ഒരു സമാധാനമാണ്. അപ്പോൾ ഞാൻ ചായ കൊടുക്കാറില്ല. അപ്പോൾ കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് ലഞ്ച് ബോക്സ് നമ്മൾ നിറയ്ക്കുകയാണ്. ലഞ്ച് ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഇടുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അവൻ എൻ്റെ അടുത്ത് തന്നെ നിൽക്കും. എപ്പോഴും കുറച്ച് ചോറിട്ടാൽ മതി അമ്മ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ കുറച്ച് തന്നെ ഇടാറുള്ളൂ. പക്ഷെ അവന് എത്ര കൊടുത്താലും അവൻ കുറച്ചേ കഴിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്തതായിരുന്നു അവന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ചിക്കൻ വറുത്തതും അതിൻ്റെ കൂടെ വെച്ചു. ഞാൻ ഇത് എണ്ണി നോക്കുകയല്ല കേട്ടോ, ഇതിങ്ങനെ ഞാൻ പ്രസ് ചെയ്യുകയാണ് അതിൻ്റെ അകത്തേക്ക്. നിങ്ങൾ വിചാരിക്കും ഞാൻ എണ്ണി നോക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് താഴത്തേക്ക് പോയത് പോട്ടെ, അതിന് നമുക്ക് എടുക്കണ്ട. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാൻ ടിഫിൻ ബോക്സൊക്കെ നന്നായിട്ട് കെട്ടിക്കൊടുത്തിട്ട് അവന് സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു രാവിലെ. ഭയങ്കര ബിസിയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മാത്രമേ അറിയുള്ളൂ, പിന്നെ ടൈം പോകുന്നത് അറിയേയില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ കൊച്ചു വ്ളോഗ്. ഇനി നാളെ നല്ല വ്ളോഗുമായിട്ട് വരണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. പിന്നെ എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ്. അപ്പോൾ ടാറ്റ.